തിരുവത്താഴം അഥവാ വിശുദ്ധ സംസർഗം എന്നത് ക്രിസ്തീയ സഭയിലെ ഒരു പ്രധാനപ്പെട്ട കൂദാശയാണ്. അകമേ ലഭിക്കുന്ന ദൈവകൃപയുടെ പുറമേ കാണപ്പെടുന്ന അടയാളമാണ് കൂദാശ. തിരുവത്താഴ ശുശ്രൂഷയിൽ പുറമേ കാണപ്പെടുന്ന അടയാളം അപ്പവും വീഞ്ഞുമാണ്. അകമേ അത് ക്രിസ്തുവിൻ്റെ ശരീരത്തോടും രക്തത്തോടുമുള്ള കൂട്ടായ്മയുടെ അനുഭവമായി പരിണമിക്കുന്നു. തിരുവത്താഴത്തിന് പല പേരുകൾ നൽകപ്പെട്ടിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് കർത്താവിൻ്റെ അത്താഴം അഥവാ ലോർഡ് സപ്പർ എന്നതാണ്. കർത്താവായ യേശുക്രിസ്തു നിയമിച്ച ഒരു അനുഷ്ഠാനം എന്ന അർത്ഥത്തിലാണ് ഈ പേര് ഉപയോഗിച്ചിരിക്കുന്നത്. തിരുവത്താഴത്തെ യൂക്കറിസ്റ്റ് എന്നും വിളിക്കാറുണ്ട്. യൂക്കറിസ്റ്റ് എന്ന വാക്ക് യൂക്കറിസ്റ്റിയോ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. ഇതിനർത്ഥം നന്ദി അർപ്പണം അഥവാ താങ്ക്സ് ഗീവിംഗ് എന്നുള്ളതാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂശ മരണത്തിലൂടെ ലഭ്യമായ രക്ഷയും വീണ്ടെടുപ്പും ഓർമ്മിക്കുകയും അതിനായി നന്ദി അർപ്പിക്കുകയും ചെയ്യുന്ന അനുഷ്ഠാനമാണ് തിരുവത്താഴം. വിശുദ്ധ സംസർഗം അഥവാ ഹോളി കമ്മ്യൂണിയൻ എന്ന വാക്ക് യേശുക്രിസ്തുവുമായുള്ള കൂട്ടായ്മയുടെ അനുഭവത്തെ കുറിക്കുന്നു. വിശുദ്ധ സംസർഗത്തിൽ ഉപയോഗിക്കുന്ന അപ്പവും വീഞ്ഞും കർത്താവിൻ്റെ ശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും അടയാളമായാണ് കരുതപ്പെടുന്നത്. അതോടൊപ്പം എല്ലാവരും ഒരേ അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും അംശങ്ങളായിത്തീരുമ്പോൾ അവിടെ സഹവിശ്വാസം തമ്മിലുള്ള കൂട്ടായ്മയും ദർശിക്കപ്പെടുന്നു. ദൈവരാജ്യത്തിൽ വിഭാവനം ചെയ്യപ്പെടുന്ന സമത്വത്തിൻ്റെയും ഐക്യത്തിൻ്റെയും അടയാളമാണ് തിരുവത്താഴം. തിരുവത്താഴ മേശയ്ക്ക് മുമ്പിൽ യാതൊരുവിധ വിവേചനങ്ങൾക്കും സ്ഥാനമില്ല. ക്രിസ്തീയ ജീവിതത്തിൽ തിരുവത്താഴ ശുശ്രൂഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട്. നൽകപ്പെട്ട പാഠഭാഗങ്ങളെ ആസ്പദമാക്കി ഈ വിഷയം നമുക്ക് ചിന്തിക്കാം. ഒന്നാമത്തെ ചിന്ത, വിശുദ്ധ സംസർഗം വീണ്ടെടുപ്പിനും രക്ഷയ്ക്കുമുള്ള മുഖാന്തരം. വിശുദ്ധ സംസർഗം വീണ്ടെടുപ്പിനും രക്ഷയ്ക്കുമുള്ള മുഖാന്തരം. പുറപ്പാട് പുസ്തകം 12 അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ തിരുവത്താഴത്തിൻ്റെ ഉത്ഭവത്തിന് കാരണമായ പഴയ നിയമ സംഭവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. തിരുവത്താഴം എന്ന കൂദാശ നിയമിക്കപ്പെട്ടത് യേശുവിൻ്റെ അന്ത്യ അത്താഴത്തിലൂടെയാണ്. യേശുവിൻ്റെ അന്ത്യ അത്താഴം ഒരു പെസക അത്താഴമായിരുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ പഴയ നിയമത്തിലെ പെസക ആചരണത്തിൻ്റെ പുതിയ നിയമ അനുഷ്ഠാനമാണ് തിരുവത്താഴം. പെസക എന്നത് യഹൂദന്മാരുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്സവവും ആചാര അനുഷ്ഠാനവുമായിരുന്നു. മിസ്രയീമിൻ്റെ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ഇസ്രായേൽ ജനത്തെ മോശ മുഖാന്തരം ദൈവം വിടുവിച്ചതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് അവർ പെസക ആചരിച്ചിരുന്നത്. പെസക ആചരണത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം പെസക കുഞ്ഞാടും പുളിപ്പില്ലാത്ത അപ്പവുമാണ്. എന്നാൽ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ പെസക പെരുന്നാളും പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളും ആചരിച്ചിരുന്നു. യഹൂദന്മാരുടെ കലണ്ടർ അനുസരിച്ച് അവരുടെ വർഷാരംഭം നിസാൻ മാസമാണ്. നിസാൻ മാസം 14-ാം തീയതി പെസക പെരുന്നാളും തുടർന്നുള്ള 7 ദിവസങ്ങൾ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളും അവർ ആചരിക്കുന്നു. പുതിയ നിയമപ്രകാരം പെസക കുഞ്ഞാട് യേശുക്രിസ്തുവിനെ അനുസ്മരിപ്പിക്കുന്നു. പുളിച്ച മാവ് തിന്മയെയും ദുഷ്ടതയെയും സൂചിപ്പിക്കുന്നു. യേശുവിൻ്റെ കാൽവരി ക്രൂശിലെ മരണത്തെ പാപ പരിഹാര യാഗമായി വ്യാഖ്യാനിക്കപ്പെടുന്നു. ഇപ്രകാരം തിരുവത്താഴ ശുശ്രൂഷ ആചരണത്തിലൂടെ യേശുക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂശിലെ യാഗത്തിലൂടെ നൽകപ്പെട്ട പൈശാചിക അടിമത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പിനെയും രക്ഷയുമാണ് ഓർത്ത് നാം നന്ദി അർപ്പിക്കുന്നത്. അതോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ നിന്ന് സകല തിന്മകളെയും മലിനതകളെയും നീക്കിക്കളയുവാനും നമുക്ക് കഴിയേണ്ടതാണ്. അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന തിരുവത്താഴ ശുശ്രൂഷകൾ വളരെ പ്രാധാന്യത്തോടെ ആചരിക്കേണ്ട ഒന്നാണ്. അതിലൂടെ യേശുക്രിസ്തുവിലൂടെ നൽകപ്പെട്ട പാപമോചനവും രക്ഷയും വീണ്ടെടുപ്പും അവകാശമാക്കുവാൻ നമുക്ക് സാധ്യമാകുന്നു. രണ്ടാമത്തെ ചിന്ത, വിശുദ്ധ സംസർഗം ക്രിസ്തുവുമായിട്ടുള്ള കൂട്ടായ്മ നിലനിർത്തുവാനുള്ള മുഖാന്തരം. വിശുദ്ധ സംസർഗം ക്രിസ്തുവുമായിട്ടുള്ള കൂട്ടായ്മ നിലനിർത്തുവാനുള്ള മുഖാന്തരം. 1 കൊരിന്ത്യർ 10 അധ്യായം 14 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ തിരുവത്താഴ ശുശ്രൂഷകൾ എങ്ങനെ ക്രിസ്തീയ ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് വിവരിക്കുന്നു. പൗലോസ് കൊരിന്ത്യ സഭ സ്ഥാപിച്ചത് തൻ്റെ 2ാമത്തെ മിഷണറി യാത്രയുടെ അവസാന ഘട്ടത്തിലായ AD 50കളിലായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. അതിനുശേഷം 290 കിലോമീറ്റർ അകലെയുള്ള എഫെസോസിലേക്കും പിന്നീട് കൈസരിയ, അന്ത്യോക്യ
എന്നീ സ്ഥലങ്ങളിലേക്കും പൗലോസ് യാത്ര ചെയ്യുന്നു. തൻ്റെ മൂന്നാം മിഷണറി യാത്രയിൽ പൗലോസ് വീണ്ടും എഫെസോസിൽ എത്തിച്ചേരുകയും ഏകദേശം 3 വർഷക്കാലം അവിടെ ചിലവഴിക്കുകയും ചെയ്തതായി ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നു. ഈ കാലയളവിലാണ് പൗലോസ് കൊരിന്ത്യ സഭയിലെ വിശ്വാസികൾക്കിടയിൽ നിലനിന്നിരുന്ന ശത്രുത, അസന്മാർഗീയ പ്രവർത്തനങ്ങൾ മുതലായവയെക്കുറിച്ച് കേൾക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. ഇതിനെതിരെ മുന്നറിയിപ്പ് നൽകുന്നതിനായിട്ടാണ് പൗലോസ് ഈ ലേഖനം എഴുതുന്നത്. കൊരിന്ത്യ സഭയിലെ വിശ്വാസികൾ അവിടെ ഉണ്ടായിരുന്ന ക്ഷേത്രങ്ങളിൽ കടന്നു ചെല്ലുകയും അവിടെ നിന്നും വിഗ്രഹങ്ങൾക്ക് അർപ്പിക്കപ്പെട്ട ഭക്ഷണം കഴിക്കുകയും ചെയ്തിരുന്നു. ഇതിനെതിരെയാണ് പൗലോസ് ഈ ഭാഗത്ത് മുന്നറിയിപ്പ് നൽകുന്നത്. പൗലോസിൻ്റെ അഭിപ്രായപ്രകാരം വിഗ്രഹാർപ്പിതം ഭക്ഷിക്കുമ്പോൾ ഭക്ഷണം അർപ്പിക്കപ്പെട്ട ദൈവങ്ങളോട് കൂട്ടായ്മ ആചരിക്കുകയാണ് ചെയ്യുന്നത്. ക്രിസ്തീയ വിശ്വാസികൾ തിരുവത്താഴ ശുശ്രൂഷ ആചരിക്കുന്നതിലൂടെ ക്രിസ്തുവുമായി കൂട്ടായ്മ ആചരിക്കുന്നു. ഇങ്ങനെ ക്രിസ്തുവുമായിട്ടുള്ള കൂട്ടായ്മയിൽ പങ്കാളികളായവർ അന്യദൈവങ്ങൾക്ക് അർപ്പിക്കപ്പെട്ട ഭക്ഷണം കഴിക്കരുത് എന്ന് പൗലോസ് ഓർമ്മിപ്പിക്കുന്നു. ഒരേ സമയം ക്രിസ്തുവുമായുള്ള കൂട്ടായ്മയും അന്യദൈവങ്ങളുമായുള്ള കൂട്ടായ്മയും നിലനിർത്തുവാൻ കഴിയുകയില്ല. അങ്ങനെ ചെയ്യുന്നത് ദൈവകോപത്തിനും ശിക്ഷാവിധിക്കും കാരണമാകുന്നു. അതുകൊണ്ട് തന്നെ തിരുവത്താഴ ശുശ്രൂഷകൾ ക്രമമായും നിരന്തരമായും അനുഷ്ഠിക്കേണ്ട ഒന്നാണ്. ഇത് ക്രിസ്തുവുമായുള്ള കൂട്ടായ്മ നിലനിർത്തുവാൻ നമ്മെ സഹായിക്കുന്നു. ക്രിസ്തുവുമായുള്ള കൂട്ടായ്മയിൽ നിന്നും നമ്മെ അകറ്റുന്ന യാതൊരുവിധ പ്രവർത്തനങ്ങളും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടുള്ളതല്ല. മൂന്നാമത്തെ ചിന്ത, വിശുദ്ധ സംസർഗം കർത്താവിൻ്റെ വരവിനായുള്ള കാത്തിരിപ്പിൻ്റെ അടയാളം. വിശുദ്ധ സംസർഗം കർത്താവിൻ്റെ വരവിനായുള്ള കാത്തിരിപ്പിൻ്റെ അടയാളം. ലൂക്കോസ് 22-ാം അധ്യായം 7 മുതൽ 20 വാക്യങ്ങളിൽ യേശു തിരുവത്താഴം നിയമിക്കുവാൻ ഇടയായ സംഭവത്തെക്കുറിച്ച് വിവരിക്കുന്നു. യേശുവും ശിഷ്യന്മാരും പെസക ആചരിക്കുന്നതിനായിട്ടാണ് യെരുശലേമിൽ എത്തിച്ചേർന്നത്. പെസക ദിനത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാരോടൊത്ത് ഒരു മാളിക മുറിയിൽ പെസക ആചരിക്കുന്നു. ഇത് യേശുവിൻ്റെ അന്ത്യ അത്താഴമായിരുന്നു. അവിടെ വച്ചാണ് യേശു തിരുവത്താഴം നിയമിച്ചത്. യേശു അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾക്കിട്ട് നൽകപ്പെടുന്ന എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവൻ. അത്താഴം കഴിഞ്ഞതിന് ശേഷം യേശു പാനപാത്രവും അവർക്ക് കൊടുത്തു പറഞ്ഞു, ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എൻ്റെ രക്തത്തിലെ പുതിയ നിയമം ആകുന്നു. ഇതുകൂടാതെ താൻ കഷ്ടം അനുഭവിക്കും മുമ്പേ ഈ പെസക നിങ്ങളോട് കൂടെ കഴിപ്പാൻ വാഞ്ചയോടെ ആഗ്രഹിച്ചു. അത് ദൈവരാജ്യത്തിൽ നിവൃത്തിയാകുവോളം ഞാനത് കഴിക്കുകയില്ല എന്നും പാനപാത്രം എടുത്ത് വാഴ്ത്തിയതിനു ശേഷം വാങ്ങി പങ്കിട്ടുകൊള്ളുവിൻ. ദൈവരാജ്യം വരുവോളം ഞാൻ മുദ്രവള്ളിയുടെ അനുഭവം ഇന്നു മുതൽ കുടിക്കുകയില്ല എന്നും യേശു പറയുന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ യേശു സംസാരിക്കുന്നത് ദൈവരാജ്യത്തിൻ്റെ പൂർത്തീകരണത്തെക്കുറിച്ചാണ്. ദൈവമക്കളാകുന്ന നാം ഓരോരുത്തരും ഈ പ്രക്രിയയിൽ പങ്കാളികളാകേണ്ടവരാണ്. നാം ഓരോരുത്തരും യേശുക്രിസ്തു തൻ്റെ ക്രൂശുമരണത്തിന് തൊട്ടു മുമ്പായി തിരുവത്താഴം നമുക്കായി നിയമിച്ചത് ക്രിസ്തുവുമായിട്ടുള്ള കൂട്ടായ്മയിൽ നാം നിലനിൽക്കാനായിട്ടാണ്. കർത്താവ് വരുവോളം ആചരിക്കേണ്ട ഒന്നാണ് തിരുവത്താഴം എന്ന കൂദാശ. കർത്താവിൻ്റെ വരവെങ്കിൽ കർത്താവിനോട് കൂടെ സ്വർഗീയ വിരുന്നിൽ പങ്കെടുക്കാൻ നാം കാത്തിരിക്കുന്നതിൻ്റെ മുന്നോടിയായിട്ടാണ് നാം തിരുവത്താഴം ആചരിക്കുന്നത്. ഇപ്രകാരം കർത്താവിൻ്റെ വരവിനായി ഒരുക്കത്തോടെ കാത്തിരിക്കുന്ന സമൂഹമാകണം ക്രിസ്തീയ സഭ. അതുകൊണ്ട് തന്നെ തിരുവത്താഴ ശുശ്രൂഷയ്ക്ക് ക്രിസ്തീയ ജീവിതത്തിൽ വലിയ പ്രാധാന്യമാണ് ഉള്ളത്. തിരുവത്താഴ ശുശ്രൂഷ ക്രിസ്തീയ സമൂഹത്തിൽ ആചരിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൂദാശയാണ്. ഓരോ തിരുവത്താഴ ശുശ്രൂഷയും ആചരിക്കുന്നതിന് മുമ്പും പാപമോചനവും നിരപ്പും പ്രാപിക്കേണ്ടതാണ്. ഇതിനായിട്ടാണ് പാപസ്വീകാരവും കൈസൂര്യവുമൊക്കെ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. ഇവയെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ശ്രദ്ധയോടും ഒരുക്കത്തോടും കൂടി തിരുവത്താഴം ആചരിക്കുവാൻ നാം ശ്രദ്ധിക്കേണ്ടതാണ്. അതോടൊപ്പം തിരുവത്താഴം എന്നത് മനുഷ്യരാശിക്ക് നൽകപ്പെട്ട ദൈവകൃപയുടെ അടയാളവുമാണ്. ഈ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ടാകണം നാം തിരുവത്താഴ ശുശ്രൂഷയിൽ പങ്കെടുക്കേണ്ടത്. യേശുക്രിസ്തുവിലൂടെ നൽകപ്പെട്ട രക്ഷയും പാപമോചനവും വീണ്ടെടുപ്പും അവകാശമാക്കുവാനും ദൈവവുമായുള്ള നിരന്തരമായ കൂട്ടായ്മ നിലനിർത്തുന്നതിനുമായി കർത്താവിൻ്റെ വരവോളം ക്രമമായി തിരുവത്താഴം ആചരിക്കുവാൻ നാം ശ്രദ്ധിക്കേണ്ടതാണ്.
ക്രിസ്തീയ ജീവിതത്തിൽ തിരുവത്താഴത്തിൻ്റെ പ്രാധാന്യം ഉൾക്കൊള്ളുവാനും അർത്ഥവത്തായി അത് ആചരിക്കുവാനും നമുക്ക് ഇടയായി തീരണം. അതിന് ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.